ഇന്നത്തെ നോമ്പ് മുറിക്കൽ അനിയത്തിയുടെ വീട്ടിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ പോവുകയാണ്. അനിയത്തിയുടെ മക്കൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവരെയും കൂട്ടി ഞാൻ ഒരു 10-11 മണിയായപ്പോൾ ഇങ്ങോട്ട് പോകണം. ചെന്ന ഉടനെ തന്നെ ഒരു കുക്കിംഗ് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. കാരണം ഒരു 10-20 ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം നമ്മളിപ്പോഴേ തുടങ്ങിയാൽ ഒരു 4 മണിയാകുമ്പോൾ ഒരുവിധം ഒതുക്കിയിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ചെന്ന ഉടനെ സവാള ഉള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു. അപ്പോൾ ഞാനും അനിയത്തിമാരും ഒക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുകയാണ് ഫസ്റ്റ്. അതിന് വേണ്ടിയിട്ടുള്ള കൂട്ട് റെഡിയാക്കി എടുത്തോട്ടോ. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചട്ടിപ്പത്തിരി. മറ്റുള്ള സമോസ, വേറെ നമ്മൾ മീറ്റ് റോൾ അതൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും ചട്ടിപ്പത്തിരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിലാകുമ്പോൾ അധികം ഓയിൽ വരുന്നില്ല. പിന്നെ കുറച്ച് മുട്ടയും എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ അത് ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെ അതിനുള്ള കൂട്ട് റെഡിയാക്കി എടുത്ത് ഒന്ന് മാറ്റി വെച്ച് തണുക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. എന്നിട്ട് കിണ്ണത്തപ്പം, അതും മക്കൾക്ക് ഇഷ്ടമുള്ള സാധനം തന്നെയാണ്. കിണ്ണത്തപ്പം പിന്നെ നമുക്ക് ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ സാധനം കിണ്ണത്തപ്പമാണ് കേട്ടോ. കിണ്ണത്തപ്പൻ്റെ ഇതേ അരച്ചെടുത്തിട്ട് ഇതുപോലെ ചായ എടുത്തിട്ട് തന്നെ അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിലൊരു ചെറിയ ഒരു തഴവി ഉണ്ടെങ്കിലും അതൊക്കെ ഒന്ന് പോയി കിട്ടും. പിന്നെ ഇത് ഇച്ചിരി കട്ടി കൂടുതലാണ്. ഇനി ഞാൻ കുറച്ച് പച്ചവെള്ളം കൂടിയൊക്കെ ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കും കേട്ടോ. അതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മന്തി, എല്ലാവർക്കും മന്തി വേണം എന്നുള്ള ഒരു ഇതായിട്ട് നോമ്പായിട്ട് കുറേശ്ശേ കഴിക്കത്തുള്ളൂ. എന്നാലും അതിനുള്ള ആ ചിക്കൻ എടുത്ത് ഫുള്ളൊന്ന് റെഡിയാക്കി എടുത്ത് മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഞാനും അനിയത്തിയും കൂടെ ഭയങ്കര ഒരു മിക്സിങ് പരിപാടി നടത്തുകയാണ് കേട്ടോ. മിക്സ് ചെയ്തൊന്ന് ഇതിപ്പോൾ എടുത്ത് വെക്കാനൊന്നും പോകുന്നില്ല. ഞങ്ങൾ മിക്സ് ചെയ്ത് ഉടനെ തന്നെ അങ്ങനെ കുക്ക് ചെയ്യാൻ വെച്ച് റെഡിയാക്കി എടുക്കും. അതിനുള്ള സമയമൊന്നും ഇല്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാതെയൊക്കെ ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ ഒരു വലിയ ടേസ്റ്റ് വ്യത്യാസം ഒന്നും അങ്ങനെയൊന്നും കേട്ടോ. രണ്ട് സെയിം തന്നെയാണ്. അങ്ങനെ അതൊന്ന് അങ്ങോട്ട് അടുപ്പത്ത് വെച്ചിട്ട് റൈസ് ഒന്ന് കഴുകിയെടുക്കുകയാണ്. സെല്ല ബസ്മതി റൈസ്. ആവശ്യത്തിന് നമ്മൾ എത്ര മെമ്പേഴ്സിനുള്ളത് അതിനനുസരിച്ച് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ബോയിൽ ചെയ്തിട്ട് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് കഴുകിയിട്ട് ഒന്ന് മാറ്റി വെച്ചു. 10-20 മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ടേക്കണം കേട്ടോ, സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ചട്ടിപ്പത്തിരിക്കുള്ള കൂട്ട് തണുത്ത് വന്നപ്പോൾ അതിൽ മുട്ടയും പാലും കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഞാൻ അതിനുള്ള ആ ദോശ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ദോശ എന്ന് പറയുന്നെങ്കിൽ അത് മൈദയിൽ ഉണ്ടാക്കുന്ന മൈദയും മുട്ടയും പാലും ഒക്കെ മിക്സ് ചെയ്തിട്ട് അടിച്ചെടുത്തിട്ടുണ്ടാക്കുന്ന ചെറിയ ഒരു ദോശയാണ് കേട്ടോ. അതൊന്ന് മിക്സ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല, എന്നാലും വീഡിയോ കുറച്ചധികമാവും കേട്ടോ. അപ്പോൾ അതിങ്ങനെ മിക്സ് ചെയ്ത് മുട്ടയിൽ ആ ഒരു ദോശ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ടാണ് ഇങ്ങനെ ഓരോ ലെയറായിട്ട് വെച്ചെടുക്കും. ഒരു 8 ലെയറോളം വെച്ച് കേട്ടോ. അപ്പോഴേക്കും ഒരു ചട്ടിപ്പത്തിരി റെഡിയായി. അങ്ങനെ 2 ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ചധികം മെമ്പേഴ്സ് ഉള്ളതല്ലേ, അപ്പോൾ 2 ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് പറയുകയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയതിൽ ഏറ്റവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട റെസിപ്പി ഇത് തന്നെയായിരുന്നു കേട്ടോ. ലാസ്റ്റ് കുറച്ച് മുട്ട ബാക്കി ഉണ്ടായിരുന്നു, ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊന്ന് വെക്കുക. പിന്നെ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചിട്ടൊക്കെ എടുത്താൽ മതി. ഇത് ആർക്കും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇതിൽ വേറെ റെസിപ്പി വലിയ സംഭവമൊന്നുമല്ല. ആർക്കും ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. കൊച്ചു കുട്ടികൾക്കായാലും അവർക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ അതിലുള്ള മിക്സൊക്കെ ചേർത്തൊന്ന് റെഡിയാക്കുകയാണ്. അപ്പോഴേക്കും റൈസിന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം തിളച്ചു. ഉപ്പും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലൂടെ റൈസ് കഴുകി ഊറ്റി അങ്ങ് ഇട്ട് കൊടുത്തു. അതൊന്ന് കുറച്ച് നേരം കിടന്ന് ഇച്ചിരി വേവുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ ബിരിയാണി റൈസിനൊക്കെ പെട്ടെന്നൊന്നും വെന്ത് കിട്ടില്ല, കുറച്ച് അധികം വേവണം. അങ്ങനെ അടച്ചൊന്ന് വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് ചെറിയൊരു സ്റ്റൗവിലായിട്ട് തന്നെ ആ ഒരു ചട്ടിപ്പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ വെന്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് മറിച്ചിടാമല്ലോ. അപ്പം ഞാൻ ഈ കിട്ടിയ സമയത്തിന് പോയി മയണൈസ് റെഡിയാക്കി എടുക്കുകയാണ്. ചട്ടിപ്പത്തിരി എപ്പോഴേക്കും ഞാൻ മറിച്ചിട്ടിട്ടുണ്ടായിരുന്നു വേറൊരു പാനിലേക്ക്. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്കുള്ള കുറച്ച് വീഡിയോസ് എടുക്കുന്നുള്ളൂ. മന്തി റൈസ് റെഡിയാക്കി മിക്സ് ചെയ്ത് അതൊക്കെ ഒന്നാക്കി എടുത്തിട്ടുണ്ട്. മന്തി റൈസിൻ്റെയൊക്കെ റെസിപ്പി ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കിയാൽ മതി. ചുമ്മാ നമ്മൾ എപ്പോഴും ഇട്ടിട്ട് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇതിൽ നിന്നിപ്പോൾ നമ്മൾ നോമ്പ് മുറിക്കാൻ വേണ്ടി എന്തുണ്ടാക്കി അതിൻ്റെ ഒന്ന് വീഡിയോ ചെറുതായിട്ട് ഓടിച്ചൊന്ന് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഞാൻ മാത്രമേ വീഡിയോയിൽ കാണുന്നുള്ളൂ എങ്കിലും ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കുന്നത് തന്നെ ഇവിടെ ആരും വീഡിയോയുടെ മുമ്പിൽ വരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും ഞാൻ തന്നെ ഇരിക്കട്ടെ എന്ന് ഇത് എടുക്കുകയാണ്. മന്തി റൈസ് റെഡിയായി വന്നപ്പോൾ ഒരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റിയെടുത്ത് വെക്കുകയാണ്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ട് കഴിക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് ചൂട് മാറാത്ത പാത്രത്തിലോട്ടൊന്ന് ആക്കി ഒന്ന് വെക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ടാമത്തെ ചട്ടിപ്പത്തിരി വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ ഒരു പ്ലേറ്റിലോട്ട് ഇങ്ങനെ തിരിച്ചിട്ടാൽ മതി. അപ്പോൾ ഞാൻ ഇത്തിരി അബദ്ധം പറ്റി കേട്ടോ. പ്ലേറ്റിലോട്ടല്ല തിരിച്ചിടേണ്ടിയിരുന്നത്. തിരിച്ചിടുമ്പോൾ നമ്മളൊരു പാനിലോട്ട് തിരിച്ചിടണം കേട്ടോ. ഫസ്റ്റ് കൊണ്ട് നല്ലത് ചെയ്ത് ഓർമ്മിക്കാതെ ഒരു പ്ലേറ്റിലോട്ട് തിരിച്ചിട്ട് കൊടുത്തോട്ടോ. ഇനി ഒരു പാനിലോട്ട് മാറ്റി ആ ഒരു മറസൈഡും കൂടെ വേവിച്ചെടുക്കണമല്ലോ. അപ്പോൾ ആദ്യം വന്നിട്ടുണ്ട് അതിൻ്റെ ചട്ടിപ്പത്തിരി മുറിച്ച് പീസാക്കിയൊക്കെ വെക്കുകയാണ്. അപ്പോൾ ബാങ്ക് കൊടുക്കാൻ സമയമായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 4 മണിയായപ്പോൾ തന്നെ ജ്യൂസൊക്കെ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് ഗ്ലാസ്സിലോട്ട് ആക്കാൻ വേണ്ടി കുട്ടികൾ ഒക്കെ പിടിച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ. കുട്ടികൾ മാത്രമേ വലിയവരുണ്ട് കൂട്ടത്തിൽ. പിന്നെ ഞങ്ങളൊക്കെ നോമ്പ് മുറിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഐറ്റം ഫ്രൂട്ട് സാലഡ് കേട്ടോ. കുട്ടികൾക്കായാലും ഞങ്ങൾക്ക് വലിയവർക്കായാലും ഒക്കെ ഇഷ്ടമാണ്. ഇതിൽ നിന്നൊരു പാത്രം കഴിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരു
നല്ലൊരു തണുപ്പും കിട്ടും. ഫ്രിഡ്ജിൽ വെച്ചിരുന്നിട്ട് എല്ലാം തണുപ്പിച്ചിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. ഐസ്ക്രീം കുറച്ച് അധികം ഉണ്ടെങ്കിൽ ഐസ്ക്രീമും കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് വിട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റ് ആവും. അപ്പോൾ ഇതെൻ്റെ ചെറിയ അനിയത്തിയുടെ മോളാണ് കേട്ടോ. അവളാണ് സമോസ റെഡിയാക്കി എടുക്കാൻ മിടുക്കത്തി. അങ്ങനെ അവളത് അതിന് വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ട്. ഫാസ്റ്റായിട്ട് ആൾ ചെയ്തെടുക്കും. അങ്ങനെ എല്ലാവരും കൂടെയുള്ള ഇന്നത്തെ നോമ്പ് തുറ എന്തായാലും സൂപ്പർ ആക്കിയിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. വീണ്ടും നാളെയും വരാം മറ്റൊരു വീഡിയോ ആയിട്ട്. അതുവരേക്കും ബൈ ബൈ.